ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വാട്ടർ മിലൺ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ആനി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഐസ്ക്രീം ആണെങ്കിലും മിഠായി ആണെന്നുണ്ടെങ്കിലും എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും വാട്ടർ മിലൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ എടുക്കാറുള്ളത്. അവന് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ മിലൺ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ വത്തക്കേൻ്റെ ആ ഒരു ഷേപ്പിലുമാണ് നമ്മളിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മക്കൾക്കൊക്കെ ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർ മിലൺ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വത്തക്ക മുഴുവനായിട്ടുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ഹാഫ് പോർഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടുള്ള വത്തക്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വട്ടത്തിൽ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വത്തക്കയുടെ ഷേപ്പിൽ ആ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളൂ കേട്ടോ, മൊത്തത്തിലുള്ള വത്തക്ക ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള വത്തക്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് ആ ഒരു കത്തി. അതൊട്ടും കൊള്ളത്തില്ല, തീരെ മൂർച്ചയില്ല. മുറിച്ച് ഞാൻ കുഴങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കത്തി തന്നെ എടുത്തു കേട്ടോ. അത് പിന്നെ കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ ഞാൻ ഇത് റൗണ്ടിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു വത്തക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ തൊലി കളയരുത്. ഇനിയിപ്പോൾ നിങ്ങൾ റൗണ്ടിൽ ഫുൾ വത്തക്കയാണെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ വത്തക്ക മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ നടുഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ആ തൊലി അങ്ങനെ തന്നെ വെക്കുക. ഇനി ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ആ വത്തക്ക കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു തൊലി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്, ചെറുതാക്കി കട്ട് ചെയ്യുന്നത് റൗണ്ടിൽ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റൗണ്ടിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മുഴുവനായിട്ടുള്ള വത്തക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ടിലാക്കി എടുക്കുക. അപ്പം ഞാൻ ആ ഒരു പീസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഐസ്ക്രീം സെറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം, ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കേക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ റൗണ്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം.
എന്നിട്ട് അതിലൊരു റാപ്പ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വത്തക്കയുടെ തോലി ഇങ്ങനെ റൗണ്ടിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് എടുക്കുന്ന ആ ഒരു വത്തക്കയാണെന്നുണ്ടെങ്കിൽ റൗണ്ടിലുള്ളത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഉള്ളിൽ സിമ്പിളായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇല്ലാത്തവർ ഇങ്ങനെ വെച്ചാൽ മതി. നല്ല ഭംഗിയിലും ആ ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുഴുവനുള്ള റൗണ്ടിൽ കിട്ടുന്ന ആ ഒരു വത്തക്കയുടെ തൊലിയാണ് വേണ്ടത്. അപ്പോൾ ഉള്ളതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഞാനും ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനെ അതവിടെ റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ വത്തക്കയൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു കട്ട് ചെയ്ത വത്തക്കയൊക്കെ ഒരു ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില വത്തക്കയൊക്കെ നല്ല മധുരമുള്ള വത്തക്കയായിരിക്കും, ചിലത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആകെ നമുക്ക് വേണ്ടത് ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീമും വാട്ടർ മിലണും പഞ്ചസാരയും, അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ വത്തക്കയുടെ കുരുവൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കുക. ഇനി ഈ ഒരു ജ്യൂസ് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ മിലൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെയൊക്കെ ആ ഒരു ജ്യൂസ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമുക്ക് ഷേപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു മൊത്തത്തിലുള്ള റൗണ്ടിലുള്ള വത്തക്കയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ, പുറത്തേക്കൊന്നും പോവാതെ. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു റാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഞാനതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വത്തക്കയുടെ ആ ഒരു സീഡ്സൊക്കെ ഒന്നിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രീസറിൽ സെറ്റാവുന്നത് വരെ ഒരു 4-5 മണിക്കൂറൊക്കെ വെച്ചാൽ ചിലപ്പോൾ സെറ്റാവും. ചിലപ്പോൾ തണുപ്പ് കൂടുതലുണ്ടാവും, കുറവുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ ഈ ഒരു റാപ്പ് വെക്കുന്നത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇത് പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് എടുത്തിട്ട് ഒരു പാത്രത്തിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാട്ടർ മിലൺ ആയതുകൊണ്ട് തന്നെ സൈഡ് ഭാഗത്ത് കൂടെയൊക്കെ പുറത്തേക്ക് വന്നത് അതിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഒന്ന് ഇങ്ങനെ വെറൈറ്റി ഷേപ്പിലൊക്കെ ഒന്ന് ഐസ്ക്രീമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.